ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങളല്ല കേട്ടോ, ഞാൻ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേ രാവിലെ ദോശയാണ്. അപ്പോൾ ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാവായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ഇതേ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതേ ചട്നി ഉണ്ടാക്കാനുള്ള നാളികേരമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നാളികേരമൊക്കെ ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതേ സുഡാപ്പി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സുഡാപ്പിക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചട്നിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ എന്നും കാണിക്കുന്ന വിശേഷങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും വീഡിയോ കാണാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനത് കാണിച്ചിട്ടില്ല. ചട്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മുമ്പൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ അതിൻ്റെ റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൽ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വാവ പൊന്നൂസ് എന്ന് പറഞ്ഞ ചാനലിലത്തെ സുറുമിത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറയണം, ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് ഓപ്ഷണലാണ്, കടുക് വേണമെങ്കിൽ മതി കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയൊരു സബോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളി ഇല്ലാത്ത കാരണം ഉള്ളിയാണെങ്കിൽ നമുക്ക് എത്ര ചട്നി ഉണ്ടാക്കണം അതിനാവശ്യത്തിന് എടുക്കാം. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഒന്ന് വാട്ടി കഴിഞ്ഞതിന് ശേഷം കേട്ടോ 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ഇഞ്ച് അല്ലി മതി കേട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാട്ടി കൊടുത്ത് നല്ലപോലെ തക്കാളിയും സബോളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയിലിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം അതൊക്കെ ആയി. ഇപ്പോഴത്തെ നാളികേര ചട്നിയൊക്കെ ആയി. ഞങ്ങളിത് ചായ കുടിക്കാനിരിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇത് വെണ്ടക്കായ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. ഉപ്പേരി വെക്കാനാണ് കേട്ടോ. ഇന്ന് മുഴുവൻ തട്ടിക്കൂട്ട് പരിപാടികളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇന്നലത്തെ കറി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, ചിക്കൻ കറി. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് വെണ്ടക്കായ ഉപ്പേരിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വറ്റൽമുളക് ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതില്ലാത്ത കാരണം ഇപ്പോൾ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു, എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞ് ചട്ടി ആയ കാരണമാണ് ഞാൻ 2 പ്രാവശ്യം ആക്കിയത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പം അങ്ങനെ ഇത് അടച്ച് വെച്ച് വേവിക്കരുത് കേട്ടോ, വെള്ളം വരുവേ. അപ്പം ഞാനിപ്പോൾ ഇത് വെണ്ടക്കായ ഉപ്പേരിയൊക്കെ അതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചു. പിന്നെ അത് ചൂടാപ്പിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചായ ഞാൻ നേരത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ചായ വെച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ മാന്തളും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്ക മാന്തളാണ്. പിന്നെ കുറച്ച് മുതിര, നമ്മൾ പരിപ്പൊക്കെ കുത്തി കാച്ചുന്ന പോലെ തന്നെ മുതിരയും കുത്തി കാച്ചിയതാണ് കേട്ടോ. പിന്നെ ഇത് ബാക്കിയത് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അതൊക്കെ കൂട്ടി ഒന്ന് തട്ടിക്കൂട്ടി അങ്ങോട്ട് ഒരു ഉച്ചയ്ക്ക് തോണ അങ്ങോട്ട് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പോൾ 4 മണിയായപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോഴേക്ക് ഇതേ ഉമ്മ കടയിൽ പോയപ്പോൾ കപ്പ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയിൽ ഞാൻ ഇതിപ്പോൾ ഒന്ന് ചെറുതായി നുറുക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഇതൊരു അരിക്കുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. അതിന് സബോളയും 3 പച്ചമുളകും കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് പുളിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതെവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൽ ചായ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാപ്പി ഉണ്ടാക്കിയിട്ടില്ല, ഉമ്മാക്ക് കാപ്പി ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പാൽ ചായയാണ് ആക്കിയത്, കാപ്പിയല്ല. അപ്പോഴേക്ക് ഇതെവിടെ കൊള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായ കുടിക്കായിരുന്നു. ഉമ്മ അയൽക്കൂട്ടത്തിന് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വന്നിട്ടില്ല. അപ്പോൾ ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. ഉമ്മ വരുമ്പോൾ കുറച്ച് നേരം വൈകും. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ കുടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഉമ്മ വന്ന് ഉമ്മ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 6 മണി 6:30 ആയതിൻ്റെ ആ സമയത്ത് ഞാൻ കുറച്ച് അരി രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ, വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അരി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ നാളെ രാവിലെ പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചത് പോകുമ്പോൾ 2 വെള്ളയപ്പം കറിയാക്കി കൊടുക്കാം. പിന്നെ അവിടെ ചെന്നതിന് നേരെ ഡ്യൂട്ടിക്ക് കയറല്ലേ. അപ്പോൾ എന്തായാലും ഇത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിന്ന് കഴിച്ചോളില്ല വെച്ചിട്ട് അങ്ങനെ ഞാനിപ്പോൾ നാളികേരം പച്ചരിയും
കുറച്ച് ചോറും ഈസ്റ്റും പഞ്ചസാരയൊക്കെ കൂടി വെള്ളയപ്പത്തിനായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള നാളികേരം അരിയും മാത്രമായിട്ട് ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത് അരിയൊക്കെ അരച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാൻ ഇപ്പോൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് അരിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ചോറൊന്ന് അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വെക്കുന്ന ചോറാണ്, അപ്പോൾ വൈകുന്നേരം ഞാൻ തിളപ്പിച്ചെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതേ മിക്സിയൊക്കെ ഒന്ന് കൈയോടെ തന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ അതേ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.